ഹായ് ഹലോ നമസ്കാരം. ഏവർക്കും PSC മൈൻഡ് ബൂസ്റ്ററിന്റെ അടുത്തൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്ന കാര്യം SCERT സീരീസ് തന്നെ ആ ഭാഗത്തിൽ നമ്മൾ 7ാം ക്ലാസ്സിലെ പാഠപുസ്തകം എത്തിയല്ലേ. 7ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലെ ഒന്നാമത്തെ ചാപ്റ്റർ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. 2 ഭാഗങ്ങളിൽ ആദ്യത്തെ 7 ചാപ്റ്റേഴ്സിൽ ഒരു ചാപ്റ്റർ നമ്മൾ കവർ ചെയ്തു, മധ്യകാല ഇന്ത്യ എന്ന് പറയുന്ന ചാപ്റ്റർ. മധ്യകാല ഇന്ത്യയിലൂടെ നമ്മൾ പരിചയപ്പെട്ട കാര്യങ്ങൾ, ആ സമയത്ത് രൂപം കൊണ്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടുന്നത് മധ്യകാല ഇന്ത്യയിലെ സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത്. അപ്പം ഇതിനകത്തുള്ള സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ പരിചയപ്പെടുന്ന സമയത്ത് നമുക്ക് ആദ്യം പരിചയപ്പെടാനുള്ള കാര്യം എന്ന് പറയുന്നത് ചാപ്റ്ററിൽ ഈ രീതിയിലൊരു ഭാഗം ഉദ്ധരിച്ചുകൊണ്ടാണ് പാഠഭാഗം തുടങ്ങുന്നത്. അതായത് പെരുമാൾ തിരുമൊഴി എന്നുള്ള ആ കൃതിയിലെ വരികൾ ഉദ്ധരിച്ചുകൊണ്ട് 9ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ ജീവിച്ചിരുന്ന ആഴ്വാൾ എന്ന ഭക്തകവി, കുലശേഖര ആഴ്വാൾ എന്ന് പറയുന്ന ഭക്തകവി എന്തിട്ടുണ്ടായിരുന്നു, പെരുമാൾ തിരുമൊഴി എന്നുള്ളൊരു കൃതി രചിച്ചിട്ടുണ്ടായിരുന്നു. അതിലെ ഭാഗം ഉദ്ധരിച്ചുകൊണ്ട് പാഠഭാഗം തുടങ്ങുന്നു. അടുത്തായിട്ട് നമുക്ക് ഈ പാഠഭാഗത്ത് പരിചയപ്പെടാനുള്ളത് 2 പ്രസ്ഥാനങ്ങളെ കുറിച്ചാണ്. ഒന്ന് ഭക്തി പ്രസ്ഥാനവും അടുത്ത് സൂഫി പ്രസ്ഥാനം. ഓരോന്നായിട്ട് പരിചയപ്പെടുന്ന സമയത്ത് ആദ്യം മനസ്സിലാക്കി വെക്കേണ്ടത് ഭക്തി പ്രസ്ഥാനത്തിൽ ആദ്യം ഭക്തി എന്താന്നാണ്. ഭക്തി എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ദൈവത്തിന് സമ്പൂർണമായി ജീവിതം സ്വയം സമർപ്പിക്കുന്നതിന് നമുക്കെന്ത് പറയാം, ഭക്തി എന്ന് പറയാം. അങ്ങനെയാണ് ഭക്തിന്റെ മീനിങ് ആയിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത്. പക്ഷേ ഭക്തിയെ അടിസ്ഥാനമാക്കി ഉയർന്നു വന്ന ആശയങ്ങളും പ്രവർത്തനങ്ങളും എന്തറിയപ്പെടുന്നു, ഭക്തി പ്രസ്ഥാനം എന്ന രീതിയിൽ അറിയപ്പെടുന്നു. സിമ്പിൾ അല്ലേ കാര്യം? ഭക്തി പ്രസ്ഥാനം എന്താണെന്ന് മനസ്സിലാക്കി വെക്കുന്നു. അങ്ങനെ ആ കാലഘട്ടത്തിൽ ഭക്തി പ്രസ്ഥാനം ഉയർന്നവരാണ്. ആ ഭക്തി പ്രസ്ഥാനത്തിലെ എന്ത് ചെയ്യാണ്, ജനവിഭാഗങ്ങൾ ആകൃഷ്ടരാകുകയാണ് ചെയ്യുന്നത്. ക്രമേണ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ ഇന്ത്യയിലെ വിവിധ ദർശനങ്ങളൊക്കെ വരികയാണ് ചെയ്യുന്നത്. ആ ദർശനങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും സമന്വയവും ഉണ്ടായി. ഇപ്രകാരം മധ്യകാലഘട്ടത്തിൽ എന്ത് ചെയ്യുന്നു, 2 പ്രധാനപ്പെട്ട പ്രസ്ഥാനങ്ങൾ വരികയാണ്. ഒന്ന് ഭക്തി പ്രസ്ഥാനം എന്നുള്ളതും അടുത്തായിട്ട് സൂഫി പ്രസ്ഥാനവും. അങ്ങനെ ഭക്തി സൂഫി പ്രസ്ഥാനങ്ങളെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് ഈ ചാപ്റ്ററിൽ പരിചയപ്പെടാനുള്ളത്. കാര്യങ്ങളിലേക്ക് കടന്നാലോ. ആദ്യം മനസ്സിലാക്കി വെക്കേണ്ടത് ദക്ഷിണേന്ത്യൻ ഭക്തി പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ട കാര്യം. അതായത് ഭക്തി പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്ത് മനസ്സിലാക്കി വെക്കണം, ഭക്ത കവികൾ എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചോളണം. അപ്പോൾ ദക്ഷിണേന്ത്യയിൽ ഭക്ത കവികൾ ജീവിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇഷ്ടദൈവത്തോടുള്ള അചഞ്ചലമായ ഭക്തിയെ സൂചിപ്പിക്കുന്ന ഗീതങ്ങളും കീർത്തനങ്ങളും രചിച്ചിരുന്ന കവികളെയാണ് നമ്മളെന്ത് പറയുന്നത്, ഭക്തകവികൾ എന്ന് വിളിക്കുന്നത്. അങ്ങനെ ആഴ്വാർമാർ എന്നറിയപ്പെടുന്ന വിഷ്ണു ഭക്തരും നായനാർമാർ എന്നറിയപ്പെടുന്ന ശിവഭക്തരുമാണ് ഈ ഭക്തകവികൾ. അവരുടെ കാലഘട്ടം മനസ്സിലാക്കി വെക്കുക. CE 7 മുതൽ 12ാം നൂറ്റാണ്ടുകൾ വരെയാണെന്ത് ഈ പ്രസ്ഥാനം നിലനിന്നിട്ടുണ്ടായിരുന്നത്. അതുമായി ബന്ധപ്പെട്ട സവിശേഷതകളാണ് ഇനി അടുത്തായിട്ട് നമുക്ക് പരിചയപ്പെടാനുള്ളത്. ദക്ഷിണേന്ത്യൻ ഭക്തി പ്രസ്ഥാനത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, പ്രാദേശിക ഭാഷകളിൽ എന്തുണ്ടായിരുന്നു, കീർത്തനങ്ങളും രചനയും ആലാപനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ദൈവത്തോടുള്ള സ്നേഹവും സമർപ്പണവും ഒക്കെ ആയിരുന്നു ഈ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ ജാതി വ്യത്യാസമില്ലാതെ എല്ലാവർക്കും പ്രവേശനം ഉണ്ടായിരുന്നു. അതേപോലെ സ്ത്രീകൾക്ക് തുല്യമായിട്ടുള്ള പങ്കാളിത്തം ഉണ്ടായിരുന്നു. ഇഷ്ടദൈവത്തോടുള്ള അകമഴിഞ്ഞ ആരാധന ഉണ്ടായിരുന്നു. ഇതൊക്കെയായിരുന്നു എന്ത് ദക്ഷിണേന്ത്യയിലെ ഭക്തി പ്രസ്ഥാനത്തിന്റെ സവിശേഷതകൾ. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചോളാം. ഒന്ന് വായിച്ചു പോയ കാര്യങ്ങൾ കിട്ടാം. ഒരു പ്രസ്താവന രീതിയിലൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു കാര്യമാണ്. അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കണ്ടെന്നാണ് ഞാൻ പറയുന്നത്. പക്ഷെ അടുത്ത ഭാഗം ഇവിടെ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, ഭക്തി പ്രസ്ഥാനം ഒരു ജനകീയ പ്രസ്ഥാനമായി രൂപം കൊണ്ടത് എവിടെയാണെന്ന് മനസ്സിലാക്കി വെക്കുക, തമിഴ്നാട്ടിലാണ്. ഒരു ജനകീയ പ്രസ്ഥാനം എന്ന രീതിയിൽ ഭക്തി പ്രസ്ഥാനം രൂപം കൊള്ളുന്നത് അതെവിടെ, തമിഴ്നാട്ടിലാണ്. പിന്നെ മനസ്സിലാക്കി വെക്കേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആഴ്വാർമാർ എന്നും നായനാർമാരും എന്ന രീതിയിൽ പറഞ്ഞല്ലോ. ആ രീതിയിൽ പ്രാദേശിക ഭാഷകൾ എന്തുണ്ടായിരുന്നു, ഭക്തിഗാനങ്ങൾ ആലപിച്ചിട്ട് ദേശസഞ്ചാരം നടത്തിക്കൊണ്ടിരുന്നു. അങ്ങനെയാണ് ഭക്തി പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ശേഷം മനസ്സിലാക്കി വെക്കേണ്ടത് ഭക്തകവികളുടെ രചനകൾ. അക്കാലത്ത്
ശക്തമായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. അതുകൊണ്ട് തന്നെ ആ സമയത്തുണ്ടായിരുന്ന അനാചാരങ്ങളും അതേപോലെ തന്നെ അസമത്വങ്ങളും എന്ത് ചെയ്തു, ജനങ്ങൾക്കിടയിൽ ഈ ഭക്തി പ്രസ്ഥാനം വളരാൻ വേണ്ടിയിട്ട് ഏറെ സ്വാധീനിച്ചിട്ടുണ്ട്. പിന്നീട് മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, ആ രീതിയിലെ അനാചാരങ്ങളെയും അസമത്വങ്ങളെയും ഒക്കെ എന്ത് ചെയ്തു, ഈ ഭക്തി പ്രസ്ഥാനമൊക്കെ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ രണ്ടാൾക്കാരെ പറഞ്ഞു ഇവിടെ, ആഴ്വാർമാരും നായനാർമാരും. അങ്ങനെ ആഴ്വാർമാരുടെ രചനകൾ അറിയപ്പെട്ട പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4000 ദിവ്യപ്രബന്ധം എന്നാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ആഴ്വാർമാരുടെ രചനകളാണ് എന്ത് പേരിൽ അറിയപ്പെട്ടത്? 4000 ദിവ്യപ്രബന്ധം എന്ന രീതിയിൽ അറിയപ്പെട്ടത്. ഇതേപോലെ തന്നെ നായനാർമാരുടെ രചനകൾ അറിയപ്പെട്ടത് തിരുമുറൈകൾ എന്നാണ് അറിയപ്പെട്ടത്. രണ്ട് കൂട്ടര്, ആഴ്വാർമാര് അതേപോലെ തന്നെ നായനാർമാര്. ആഴ്വാർമാരുടെ രചനകൾ എന്ത് പേരിൽ അറിയപ്പെട്ടു? 4000 ദിവ്യപ്രബന്ധം എന്നറിയപ്പെട്ടു. അതേപോലെ തന്നെ നായനാർമാരുടെയോ തിരുമുറൈകൾ എന്ന രീതിയിലും അറിയപ്പെട്ടു. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യുന്നു, ആ കാലഘട്ടത്തിലൊക്കെ ധാരാളം ക്ഷേത്രങ്ങളൊക്കെ അതിൻ്റെ ഭാഗമായി രൂപം കൊള്ളുകയാണ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, നമ്മൾ ആ ഭക്തി പ്രസ്ഥാനത്തെ ഒന്ന് മുറുക്കിയാണ് നമ്മൾ. അതായത് ഭക്തി പ്രസ്ഥാനത്തിലെ കവികളെ നമ്മൾ രണ്ടായിട്ട് മാറ്റുകയാണ്. ഒന്നാമത്തെ ആഴ്വാർമാരും അടുത്തായിട്ട് നായനാർമാരും. അല്ല, അതിൽ ആഴ്വാർമാര് വിഷ്ണു ഭക്തരായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. നായനാർമാര് ശിവഭക്തരായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട വിഷ്ണു ഭക്തർ അല്ലെങ്കിൽ ആഴ്വാർമാർ ആരൊക്കെയെന്ന് നോക്കാം. ഒന്നാമത്തെ പേര് കുലശേഖര ആഴ്വാർ. ആരാണ്? കുലശേഖര ആഴ്വാർ. രണ്ടാമത്തെ പെരിയാഴ്വാർ. ഓക്കെ, അതേപോലെ തന്നെ നമ്മാഴ്വാർ. ഓക്കെ, ആണ്ടാള്. ആരൊക്കെയാ? കുലശേഖര ആഴ്വാർ, പെരിയാഴ്വാർ, നമ്മാഴ്വാർ, ആണ്ടാൾ. ഇത്രയും ആളുകളായിരുന്നു അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട വ്യക്തികൾ. ഇതേപോലെ തന്നെ നായനാർമാരിൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, ഒന്നാമത്തെ പേര് കാരക്കൽ അമ്മയാർ. നെക്സ്റ്റ് അപ്പർ. ഓക്കെ, നെക്സ്റ്റ് സമ്പന്തർ, സുന്ദരർ, നെക്സ്റ്റ് മാണിക്യവാസകർ. ഓക്കെ, ഈ രീതിയിലുള്ള പ്രധാനപ്പെട്ട കവികളെ കുറിച്ചെല്ലാം നിങ്ങൾ ഈ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കി വെച്ചോളാം. ആ രീതിയിൽ 2 പ്രധാന വിഭാഗത്തിൻ്റെയും പ്രധാനപ്പെട്ട വ്യക്തികളുടെ പേരുകളാണ് ഈ ഭാഗത്തിലൂടെ പരിചയപ്പെട്ടു പോകേണ്ടത്. അടുത്ത കാര്യം, അങ്ങനെ ഭക്തി പ്രസ്ഥാനം ദക്ഷിണേന്ത്യയിൽ നിന്ന് ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുകയാണ് ചെയ്തത്. പിന്നീട് അങ്ങനെ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ പ്രചാരകരെ നമുക്ക് മനസ്സിലാക്കി വെക്കാനുണ്ട്. അങ്ങനെയുള്ള ആദ്യത്തെ പ്രചാരകന്റെ പേരാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അതാണ് ബസവണ്ണ. ആരാണ്? ബസവണ്ണ. ഓക്കെ, അദ്ദേഹത്തിൻ്റെ കാലഘട്ടം 12ാം നൂറ്റാണ്ട് കാലഘട്ടമാണ്. കന്നഡ ദേശത്തായിരുന്നു ജീവിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം ഒരു തത്വചിന്തകനായിരുന്നു, സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു എന്ന രീതിയിൽ മനസ്സിലാക്കി വെക്കുക. അപ്പം അദ്ദേഹത്തിൻ്റെ സ്വദേശം എവിടെയാ? കന്നഡ സ്വദേശിയാണ്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട സംഭാവന സാമൂഹികവും മതപരവുമായിട്ടുള്ള വിവേചനങ്ങളെ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതേപോലെ തന്നെ അവയെ തുറച്ചു നിൽക്കാനും അദ്ദേഹം പ്രയത്നിച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യം, സമത്വം, സാമൂഹ്യനീതി എന്നിവയിൽ അധിഷ്ഠിതമായ കാഴ്ചപ്പാടാണ് ബസവണ്ണ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു സംഭാവന എന്ന് പറയുന്നത് വീരശൈവ പ്രസ്ഥാനമാണ്. ഓക്കെ, അപ്പം വീരശൈവ പ്രസ്ഥാനം ആരുടേതാണെന്ന് മനസ്സിലാക്കി വെക്കുക. ബസവണ്ണ. ഓക്കെ, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. വീരശൈവ പ്രസ്ഥാനം ആരാണ്? ബസവണ്ണയാണെന്ന് മനസ്സിലാക്കി വെച്ചോളൂ. നെക്സ്റ്റ് അടുത്തായിട്ട് വീരശൈവ പ്രസ്ഥാനത്തെ കുറിച്ചൊന്ന് മനസ്സിലാക്കി വെക്കാം നമുക്ക്. ആദ്യം വീരശൈവ പ്രസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ ഏതൊക്കെയാന്ന് നോക്കാം. ഒന്നാമത്തത്, ആ കാലഘട്ടത്തിൽ ബ്രാഹ്മണ മേധാവിത്വം ഉണ്ടായിരുന്നു അല്ലെ. ആ രീതിയിൽ ബ്രാഹ്മണ മേധാവിത്വത്തെയും വേദങ്ങളുടെ പ്രാമാണികതയെയും ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ആ സമയത്തുള്ള പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിരുന്നു ജാതി വിവേചനം. ഓക്കെ, അങ്ങനെ ജാതി വിവേചനത്തിനും അതേപോലെ തന്നെ സ്ത്രീ വിവേചനത്തിനുമെതിരെ സ്ത്രീകളെ ബോധവൽക്കരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്ത കാര്യം, ഏകദൈവ വിശ്വാസം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം തൊഴിലിൻ്റെയും അധ്വാനത്തിൻ്റെയും മഹത്വം ജനങ്ങളെ ബോധ്യപ്പെടുത്തി. അതേപോലെ തന്നെ ശൈശവ വിവാഹത്തെ എതിർക്കുകയും അതേപോലെ തന്നെ പ്രായപൂർത്തി വിവാഹം, വിധവ പുനർവിവാഹം എന്നിവയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തതായിരുന്നു വീരശൈവ പ്രസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ.
കിട്ടിയല്ലോ. ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കി വെക്കുക, ബ്രാഹ്മണ മേധാവിത്വം, അതേപോലെ തന്നെ പ്രാമാണികത. ഓക്കെ, ഇതൊക്കെ എന്ത് ചോദ്യം ചെയ്തു. പിന്നെ ജാതി വിവേചനം, സ്ത്രീ വിവേചനം, അതേപോലെ തന്നെ ഏകദൈവ വിശ്വാസം, പിന്നെ അതേപോലെ തന്നെ തൊഴിലിൻ്റെയും അധ്വാനത്തിൻ്റെയും മഹത്വമൊക്കെ, അതേപോലെ തന്നെ ശൈശവ വിവാഹം, അതേപോലെ തന്നെ പ്രായപൂർത്തി വിവാഹം, വിധവാ പുനർവിവാഹം, ഈ കാര്യങ്ങളിലൊക്കെ ആയിരുന്നു ബസവണ്ണയുടെ വീരശൈവ പ്രസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ. കിട്ടിയില്ലേ? അടുത്ത കാര്യം മനസ്സിലാക്കി വെക്കേണ്ടത് ബസവണ്ണയുടെ പ്രധാനപ്പെട്ട സംഭാവനകൾ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ സന്ദേശങ്ങളാണ്. അതായത് മനുഷ്യസ്നേഹവും സമത്വവും ഉയർത്തിക്കാട്ടിയ രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ സന്ദേശങ്ങൾ ഉണ്ടായിരുന്നത്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ സന്ദേശങ്ങൾ ഓരോന്നായിട്ടൊന്ന് പഠിച്ചു പോകാൻ നമുക്ക്. ഒന്ന്, ചിന്തയും പ്രവൃത്തിയും നന്നായാൽ രാഷ്ട്രം ഉയർച്ച നേടും. ഏത് ജാതിയിൽപ്പെട്ടവരായാലും മനുഷ്യർക്കെല്ലാം അവകാശങ്ങൾ തുല്യമാണ്. അടുത്തായിട്ട്, ഈശ്വര ആരാധനയ്ക്ക് ഇടനിലക്കാർ ആവശ്യമില്ല, പുനർജന്മമില്ല, അതേപോലെ തന്നെ ഈ ജന്മം ധന്യമാക്കി ജീവിക്കൂ. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ചിന്തകളൊക്കെ എന്തായിരുന്നു, അല്ലെങ്കിൽ സന്ദേശങ്ങളൊക്കെ എന്തായിരുന്നു? മനുഷ്യസ്നേഹവും സമത്വവും ഉയർത്തിക്കാട്ടിയ ചിന്തകളായിരുന്നു. കിട്ടിയല്ലോ? ഇത്രയും കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ സന്ദേശങ്ങളായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. കിട്ടിയോ? അടുത്ത കാര്യം മനസ്സിലാക്കി വെക്കേണ്ടത് കബീറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത്. അതായത് കബീറിൻ്റെ പ്രധാനപ്പെട്ട കീർത്തനം. ഓക്കെ, അതായത് നമ്മൾ പരിചയപ്പെടുന്ന ആ ഭക്തി പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിൽ വ്യാപിച്ച അടുത്ത വ്യക്തിയാണ് ആര്? കബീർ. അദ്ദേഹത്തിൻ്റെ കീർത്തനങ്ങൾ അറിയപ്പെട്ട പേരാണ് ദോഹകൾ. ഓക്കെ, കബീറിൻ്റെ കീർത്തനങ്ങളാണ് ഏത്? ദോഹകൾ. മനസ്സിലാക്കി വെച്ചോളണേ. ഇനി സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഭാഷയിൽ കീർത്തനങ്ങൾ രചിച്ച വ്യക്തിയായിരുന്നു ആര്? കബീർ. അതേപോലെ തന്നെ അതുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്ത് കബീറിൻ്റെ കീർത്തനങ്ങളെ ജനങ്ങളെ ഏറെ ആകർഷിച്ചിട്ടുണ്ടായിരുന്നത്. ആ കാര്യങ്ങളാണ് ഈ ഭാഗത്ത് മനസ്സിലാക്കി വെക്കേണ്ടത്. ദോഹ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കീർത്തനങ്ങളാണ്. അടുത്ത കാര്യം മനസ്സിലാക്കി വെക്കേണ്ടത് കബീറിൻ്റെ മറ്റൊരു പ്രവർത്തന മേഖല എന്ന് പറയുന്നത് ഹിന്ദു മുസ്ലിം സഹോദരത്തിന് വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു. ഓക്കെ, ആ രീതിയിൽ സഹോദരത്തിന് വേണ്ടി പ്രവർത്തിച്ചു. അതേപോലെ തന്നെ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, ഒരേ മണ്ണ് കൊണ്ടുണ്ടാക്കിയ 2 പാത്രങ്ങളാണ് ഹിന്ദുവും മുസൽമാനും എന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതേപോലെ ജാതി വ്യവസ്ഥ, തൊട്ടുകൂടായ്മ, പൂജകൾ, മരണാനന്തര ചടങ്ങുകൾ, വിഗ്രഹാരാധന എന്നിവയൊക്കെ അർത്ഥശൂന്യമാണെന്ന് അദ്ദേഹം വാദിച്ചിട്ടുണ്ടായിരുന്നു. നോക്കിയേ നിങ്ങൾ. അതേപോലെ തന്നെ ജാതി, മതം, വർണ്ണം, കുടുംബ മഹിമ, സമ്പത്ത് തുടങ്ങിയ അടിസ്ഥാനമാക്കിയുള്ള എല്ലാതര വിവേചനങ്ങളെ എന്ത് ചെയ്തു? കബീർ എന്ത് ചെയ്തു? വിമർശിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് കബീറിൻ്റെ പ്രധാനപ്പെട്ട സംഭാവനകളായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ഭാഗത്തിലൂടെ മനസ്സിലാക്കി വെച്ചോളാം. അതേപോലെ തന്നെ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം ഭക്തി സൂഫി ആശയങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങളെ ഏറെ സ്വാധീനിച്ചതായിരുന്നു കബീറിൻ്റെ പ്രവർത്തനങ്ങൾ. അതേപോലെ തന്നെ മതപാരമ്പര്യങ്ങളെ അദ്ദേഹം പൂർണ്ണമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? മതപാരമ്പര്യങ്ങളെ അദ്ദേഹം പൂർണ്ണമായിട്ട് നിരാകരിച്ചിട്ടുണ്ടായിരുന്നു. തങ്ങളുടെ മതങ്ങളുടെ ബാഹ്യാരാധന ക്രമങ്ങളെയും അദ്ദേഹം അവഗണിച്ചിട്ടുണ്ടായിരുന്നു. അരൂപിയായ ദൈവത്തിൽ വിശ്വസിച്ചിരുന്ന കബീർ ഭക്തിയെ മോക്ഷമാർഗമായിട്ട് പ്രചരിപ്പിക്കുകയും ചെയ്തതാണ് ഇദ്ദേഹത്തിൻ്റെ അടുത്തൊരു സംഭാവന. അതേപോലെ തന്നെ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, അടുത്ത വ്യക്തിയുടെ പേരാണ് ഗുരു നാനാക്ക്. ആരാണ്? ഗുരു നാനാക്ക്. അദ്ദേഹത്തിൻ്റെ ജന്മം മനസ്സിലാക്കി വെക്കുക. 15-ാം നൂറ്റാണ്ടിലാണ്. പഞ്ചാബിലായിരുന്നു. പഞ്ചാബിലെ ഒരു പ്രദേശമാണ് ഷേഖ്പുര. ഓക്കെ, ഷേഖ്പുര എന്ന് പറയുന്ന സ്ഥലം. ഓക്കെ, അവിടെ തൽവണ്ടി എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. തൽവണ്ടി. ഓക്കെ, അവിടെയായിട്ടാണ്, അതായത് പാകിസ്ഥാനിലാണ് നിലവിലുള്ളത്. ആ പ്രദേശത്താണ് ആര് ജനിച്ചത്? ഗുരു നാനാക്ക് ജനിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട സംഭാവന എന്ന് പറയുന്നത് വിവിധ മതങ്ങളുടെ ആശയങ്ങൾ എന്ത് ചെയ്തു? സമന്വയിപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ, നല്ല ചിന്തകളൊക്കെ മുന്നോട്ട് കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ തൻ്റെ ചിന്തകൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഇന്ത്യക്കകത്തും പുറത്തും എന്ത് ചെയ്തിട്ടുണ്ട്? സഞ്ചരിച്ചിട്ടുണ്ട്. അതാണ് ഗുരു നാനാക്കുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കി വെക്കേണ്ട ആദ്യ പോയിന്റുകൾ. പിന്നെ അടുത്ത കാര്യം മനസ്സിലാക്കി വെക്കേണ്ടത്, അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട പ്രധാനപ്പെട്ട പ്രത്യേകത, മതങ്ങളുടെ നിരർത്ഥകമായ അനുഷ്ഠാനങ്ങളെ എതിർത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, നിരർത്ഥകമായ അനുഷ്ഠാനങ്ങൾ എന്ത് ചെയ്തു? എതിർത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ ഏകദൈവം എന്ന സന്ദേശം
ജനങ്ങളിലെത്തിക്കാൻ ശ്രമിച്ചു. തുല്യത, സാഹോദര്യം, സ്നേഹം, നന്മ, മതസഹിഷ്ണുത എന്നീ ആശയങ്ങളെ പ്രോത്സാഹിപ്പിച്ചു. ജാതി വിവേചനം, വിഗ്രഹാരാധന, തീർത്ഥാടനം തുടങ്ങിയവയെ നിരാകരിച്ചു. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട മറ്റുള്ള സംഭാവനകൾ. അതേപോലെ സാമ്പത്തിക അസമത്വം ആ സമയത്ത് മനുഷ്യർക്കിടയിൽ ഏറ്റവും കൂടുതലുണ്ടായിരുന്നു. അതിന് അദ്ദേഹം നല്ലോണം ചോദ്യം ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു വസ്തുത, ലഹരി വർജനത്തിന് ജനങ്ങളെ പ്രേരിപ്പിച്ചു. എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനാകുന്ന ലങ്കാർ അഥവാ പൊതു അടുക്കള, അതിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കിയ വ്യക്തി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗുരു നാനാക്കാണ്. അപ്പോൾ മനസ്സിലാക്കി വെക്കേണ്ടത്, ലങ്കാർ എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരാണ്? അല്ലെങ്കിൽ പൊതു അടുക്കള എന്നുള്ള ലങ്കാർ എന്നുള്ള ആ ആശയം മുന്നോട്ട് വെച്ചിട്ടുള്ള ആരാ? അത് ഗുരു നാനാക്കാണ്. അങ്ങനെയാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ സിഖ് മതത്തിൻ്റെ രൂപീകരണത്തിന് കാരണമാകുന്നത്. അപ്പോൾ സിഖ് മതത്തിൻ്റെ രൂപീകരണത്തിന് കാരണമാകുന്ന ആരുടെ ആശയങ്ങളാണ്? ഗുരു നാനാക്കിൻ്റെ ആശയങ്ങളാണെന്ന് മനസ്സിലാക്കി വെച്ചോളാം. പിന്നെ മനസ്സിലാക്കി വെക്കേണ്ട, സിഖ് മതമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒന്നാമത്തെ കാര്യം, സിഖ് മതത്തിൻ്റെ വിശുദ്ധ ഗ്രന്ഥമാണ് ആദിഗ്രന്ഥ. ആദിഗ്രന്ഥ ഏത് മതത്തിൻ്റെ ആണ്? സിഖ് മതത്തിൻ്റെ വിശുദ്ധ ഗ്രന്ഥമാണ്. നെക്സ്റ്റ് അടുത്തായിട്ട് നമ്മുടെ സിഖ് മതമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കി വെക്കേണ്ട മറ്റൊരു വസ്തുത എന്ന് പറയുന്നത്, സിഖ് ഗുരുക്കന്മാരുടെ രചനകൾ ആദിഗ്രന്ഥത്തിൻ്റെ ഉള്ളടക്കമായിരുന്നു. ഓക്കെ, ഗുരു നാനാക്കിൽ തുടങ്ങുന്ന സിഖ് ഗുരുക്കന്മാരുടെ രചനകൾ എന്തായിരുന്നു? ആദ്യ ഗ്രന്ഥത്തിന്റെ ഉള്ളടക്കമായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചുകൊള്ളാം. ഓക്കെ, നെക്സ്റ്റ് അടുത്തായിട്ട് സിഖ് മതത്തിന്റെ വിശുദ്ധ ഗ്രന്ഥമായ ആദ്യ ഗ്രന്ഥ രചിച്ചത് ഗുരു ഗ്രന്ഥ സാഹിബായിരുന്നു കേട്ടോ. അതിലെന്തായിരുന്നു ഉണ്ടായത്? സിഖ് ഗുരുക്കന്മാരുടെ രചനകളൊക്കെയായിരുന്നു ഇതിൻ്റെ ഉള്ളടക്കം. അതേപോലെ തന്നെ ഏകദൈവ വിശ്വാസത്തിൻ്റെ പ്രാധാന്യം, ജാതി, ലിംഗ, വംശ വിവേചനങ്ങൾക്കെതിരെയുള്ള ചിന്ത ഇതിൽ ഉൾച്ചേർത്തിട്ടുണ്ട്. അതേപോലെ ജൈനമതം, ബുദ്ധമതം, ഇസ്ലാം മതം, അതേപോലെ തന്നെ ഇവയുടെ ആശയങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ആദി ഗ്രന്ഥത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ആദി ഗ്രന്ഥത്തെക്കുറിച്ച് മനസ്സിലാക്കി വെക്കേണ്ടത്. സിഖ് മതത്തിന്റെ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ ആദി ഗ്രന്ഥമാണെന്ന് മനസ്സിലാക്കി വെച്ചോളാം. കിട്ടിയോ? നെക്സ്റ്റ്, ഭക്തി പ്രസ്ഥാനത്തിലെ പ്രധാനപ്പെട്ട സ്ത്രീ സാന്നിധ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കേണ്ടത് മീരാബായിയുടെ ആണ്. അതായത് രജപുത്ര രാജകുമാരിയായിരുന്നു. രാജസ്ഥാനിലെ ചിത്തോറിലാണ് ജീവിച്ചിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ മനസ്സിലാക്കി വെക്കേണ്ടത് കൃഷ്ണഭക്തിയിലാണ് മുഴുകിയുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായ ഭാഗം എന്ന് പറയുന്നത് അവരുടേത് കൃഷ്ണ ഭജനുകളാണ് പ്രധാനപ്പെട്ടവ. ഓക്കെ, മീരാബായിയുടെ കൃഷ്ണ ഭജനുകൾ അതാണ് ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ളത്. അതേപോലെ തന്നെ മനസ്സിലാക്കി വെക്കേണ്ട മറ്റുള്ള വ്യക്തികൾ തമിഴ്നാട്ടിലെ പ്രശസ്തരായിരുന്ന ഭക്ത കവയത്രിമാർ. ഓക്കെ, കാരക്കൽ അമ്മയാർ. ഓക്കെ, അതേപോലെ തന്നെ അടുത്ത പേര് ആണ്ടാൾ. ഓക്കെ, ആ വ്യക്തികളൊക്കെ തമിഴ്നാട്ടിലെ പ്രശസ്തരായിരുന്ന ഭക്തി പ്രസ്ഥാനത്തിലെ സ്ത്രീ സാന്നിധ്യങ്ങളായിരുന്നു. തങ്ങളുടെ ഇഷ്ടദൈവത്തോടുള്ള അകമഴിഞ്ഞ ഭക്തി സൂചിപ്പിക്കുന്ന കീർത്തനങ്ങളാണ് അവർ രചിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതാണ് ഭക്തി പ്രസ്ഥാനത്തിലെ സ്ത്രീ സാന്നിധ്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട പേരുകളൊക്കെ. അതേപോലെ തന്നെ മനസ്സിലാക്കി വെക്കേണ്ട മറ്റൊരു പേര്, വീരശൈവ പ്രസ്ഥാനത്തിലെ പ്രധാനപ്പെട്ട ഒരു പ്രമുഖയുണ്ടായിരുന്നു. ആ പ്രമുഖയുടെ പേരാണ് അക്ക മഹാദേവി. വീരശൈവ പ്രസ്ഥാനത്തിലെ പ്രമുഖയായിരുന്നു ആര്? അക്ക മഹാദേവി. അവരുടെ പ്രധാനപ്പെട്ട സംഭാവന സ്ത്രീകൾ നേരിടുന്ന സാമൂഹികവും ആത്മീയവുമായ അടിച്ചമർത്തലുകൾ ഉണ്ടായിരുന്ന ആ കാലഘട്ടത്തിൽ. ഓക്കെ, അങ്ങനെ നടന്ന അടിച്ചമർത്തലുകൾക്കെതിരെ നടന്ന ചർച്ചകൾക്ക് നേതൃത്വം നൽകിയത് അക്ക മഹാദേവിയാണ്. പിന്നെ മറ്റുള്ള വ്യക്തികൾ മഹാരാഷ്ട്രയിലാണെങ്കിൽ ബഹിനാബായ്, അതേപോലെ തന്നെ സൊയ്റാബായ്. കാശ്മീരിലേക്ക് പോവുകയാണെങ്കിൽ ലാൽദേദ്. ഓക്കെ, അങ്ങനെയൊക്കെയാണ് ഭക്തി പ്രസ്ഥാനത്തിന് പ്രധാനപ്പെട്ട സംഭാവന നൽകിയ വ്യക്തികൾ എന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്ത നമ്മൾ ഭക്തി പ്രസ്ഥാനം കഴിഞ്ഞു, അടുത്ത സൂഫി പ്രസ്ഥാനത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ സൂഫിസം എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലാക്കി വെക്കുന്നു. അതായത് സൂഫിസം എന്ന പദം ഉണ്ടായത് കമ്പിളി എന്ന അർത്ഥം വരുന്ന സൂഫ് എന്ന വാക്കിൽ നിന്നാണ്. അപ്പൊ എവിടെ നിന്നാണ് രൂപം കൊണ്ടത്? സൂഫ് എന്നുള്ള പദത്തിൽ നിന്നാണ് സൂഫിസം എന്നുള്ള പദം രൂപം കൊണ്ടത്. ഓക്കെ, അത് കമ്പിളി എന്ന അർത്ഥം വരുന്നതാണ്. അതേപോലെ തന്നെ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം,
ഒന്നെങ്കിൽ അതിൽ നിന്നോ, ഓക്കെ, അല്ലെങ്കിൽ ശുദ്ധി എന്ന അർത്ഥം വരുന്ന സഫി എന്നുള്ള വാക്കിൽ നിന്നോ ആണ് എന്ന രീതിയിലാണ് ആര് പറയുന്നത്? പണ്ഡിതന്മാർ പറയുന്നത്. രണ്ട് വാക്കുകൾ പരിചയപ്പെട്ടോ. ഒന്നാമത്തെ വാക്കാണേത്? സൂഫ്. രണ്ടാമത്തെ വാക്കാണേത്? സഫി. അങ്ങനെ കംപ്ലി എന്നർത്ഥം വരുന്ന സൂഫ് പദത്തിൽ നിന്നോ സഫി എന്നർത്ഥം വരുന്ന ശുദ്ധി എന്ന പദത്തിൽ നിന്നോ ആയിരിക്കാം, അല്ലെങ്കിൽ ആണ് എന്ന രീതിയിലാണ് പണ്ഡിതന്മാർ സൂഫിസം എന്നുള്ള പദം ഉണ്ടായതെന്ന് പറയുന്നു. കിട്ടിയോ? സൂഫിസായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഭക്തിയെ ദൈവത്തോട് അടുക്കാനുള്ള മാർഗമായി സ്വീകരിച്ചിരുന്നവരായിരുന്നു സൂഫികൾ. ഓക്കെ, അപ്പൊ സൂഫികളാരാ? ഭക്തിയെ ദൈവത്തോട് അടുക്കാനുള്ള മാർഗമായി സ്വീകരിച്ചവരായിരുന്നു. അങ്ങനെ അതിനുള്ള ഒരു വഴി ഭക്തി ഗാനാലാപനമാണെന്ന് ആര് കരുതി? സൂഫി വര്യന്മാർ കരുതിയിട്ടുണ്ട്. അങ്ങനെ സാധാരണക്കാർക്കിടയിൽ സഞ്ചരിച്ച് അവരെന്ത് ചെയ്തു? സൂഫി തത്വങ്ങൾ പ്രചരിപ്പിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഏകദൈവ വിശ്വാസം, സാഹോദര്യം, മനുഷ്യസ്നേഹം, ദൈവത്തോടുള്ള സമർപ്പണം എന്നീ ആശയങ്ങൾക്കായിരുന്നു സൂഫിസം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഏതിനൊക്കെ? ഏകദൈവ വിശ്വാസം, സാഹോദര്യം, മനുഷ്യസ്നേഹം, ദൈവത്തോടുള്ള സമർപ്പണം, ഇതിനൊക്കെയാണ് അവർ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. കിട്ടിയോ? സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ? പക്ഷെ പ്രധാനപ്പെട്ട സൂഫി വരന്മാരെ കുറിച്ചൊന്ന് പരിചയപ്പെട്ടാൽ നമുക്ക് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സൂഫി വരന്മാരുടെ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതില് സിൽഹറ്റ് എന്നുള്ള പ്രദേശത്തുണ്ടായിരുന്നതാണ് ഷെയ്ഖ് ഷിഹാബുദ്ദീൻ സുഹറവർദി. ഓക്കെ, എന്താണ്? ഷെയ്ഖ് ഷിഹാബുദ്ദീൻ സുഹറവർദി. അതാണ് സിൽഹറ്റ് പ്രദേശത്തുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഡൽഹി ഭാഗത്തുണ്ടായിരുന്നത് ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയ. ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയ. അടുത്ത അജ്മീർ ഭാഗത്തുണ്ടായിരുന്നതാണ് ഖ്വാജ മൊയിനുദ്ദീൻ ചിസ്തി. ആരാണ്? ഖ്വാജ മൊയിനുദ്ദീൻ ചിസ്തി. ഈ വ്യക്തികളായിരുന്നു ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സൂഫി വര്യന്മാർ എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചുകൊള്ളാം. അവരുടെ പ്രദേശവും നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. കിട്ടിയല്ലോ? സിൽഹറ്റ്, ഡൽഹി, അജ്മീർ പ്രദേശങ്ങളിലെ പ്രധാനപ്പെട്ട സൂഫി വര്യന്മാർ ആരൊക്കെയാണെന്ന് പരിചയപ്പെടുന്നു. നെക്സ്റ്റ്, പ്രാദേശിക ഭാഷകളുടെ വളർച്ചയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സൂഫി കാലഘട്ടത്തിലെ കാര്യങ്ങൾ പറയുന്നു. അതായത് സൂഫി ഭക്തി കാലഘട്ടത്തിലെ കാര്യങ്ങളാണ് പ്രാദേശിക ഭാഷകളുടെ കാര്യങ്ങൾ പറയുന്നത്. ഈ സൂഫി പ്രചാരകർ എന്ത് ചെയ്തു? പ്രാദേശിക ഭാഷകളിലായിരുന്നു ആശയ പ്രചരണം നടത്തിയത്. കാര്യം നിങ്ങൾക്കറിയാം, ആ രീതിയിൽ നടത്തിയാൽ മാത്രമാണ് സാധാരണക്കാർക്ക് അത് മനസ്സിലാവുകയുള്ളൂ. പ്രധാന ഉദ്ദേശം എന്താ? സാധാരണക്കാർക്ക് മനസ്സിലാവണം എന്ന രീതിയിലാണ് ഇതിൻ്റെ അകത്തുണ്ടായിരുന്നത്. അങ്ങനെ പ്രാദേശിക ഭാഷകളുടെ വളർച്ചയ്ക്ക് ഏത് കാരണമായിട്ടുണ്ട്? ഈ ഭക്തി സൂഫി പ്രചാരകര് കാരണമായിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രചാരണം കാരണമായിട്ടുണ്ട്. അങ്ങനെ തമിഴ്, പഞ്ചാബി, ബംഗാളി, മറാത്തി, തെലുങ്ക്, കന്നഡ, മലയാളം തുടങ്ങിയ ഭാഷകളിൽ ആ രീതിയിൽ ധാരാളം ഭക്തി കാവ്യങ്ങൾ ആ കാലഘട്ടത്തിൽ രചിക്കപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ മനസ്സിലാക്കി വെക്കേണ്ടത്, പ്രാദേശിക ഭാഷകളിൽ ആ സമയം ധാരാളം സാഹിത്യ കൃതികൾ രൂപം കൊണ്ടിട്ടുണ്ട്. പിന്നെ പേർഷ്യനും ഹിന്ദിയും ചേർന്നുണ്ടായ ഉറുദു ഇന്ത്യയുടെ സാംസ്കാരിക സമന്വയത്തിന് ഉദാഹരണമാണ്. ഓക്കെ, അപ്പോൾ ഉറുദു ഭാഷ ഉണ്ടായിരിക്കുന്നത് പേർഷ്യൻ ഭാഷയും ഹിന്ദി ഭാഷയും ചേർന്നിട്ടാണെന്ന് മനസ്സിലാക്കി വെച്ചോളൂ. പിന്നെ അടുത്ത കാര്യം മനസ്സിലാക്കി വെക്കുക, ഇക്കാലത്ത് ഉറുദു ഭാഷയിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള എഴുത്തുകാരനായിരുന്നു അമീർ ഖുസ്രു. അതേപോലെ തന്നെ കബീറിന്റെ ദോഹകൾ ഹിന്ദി ഭാഷയെ സമ്പന്നമാക്കിയിട്ടുണ്ട്. മഹാഭാരതം, രാമായണം എന്നിവയും മറ്റു കൃതികളും വിവിധ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു. ഇത് ഭാഷയ്ക്കും സാഹിത്യത്തിനും ഉണർവേകിയിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് ഭക്തി സൂഫി പ്രചാരകര് പ്രാദേശിക ഭാഷകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആ രീതിയിൽ അതിന്റെ വളർച്ചയ്ക്ക് കാരണമായിട്ടുള്ളത്. കിട്ടിയോ? അടുത്തായിട്ട് നമുക്ക് മനസ്സിലാക്കി വെക്കാനുള്ള കാര്യം, ആ കാലഘട്ടത്തില് പ്രാദേശിക ഭാഷകളിൽ ഉണ്ടായ പ്രധാനപ്പെട്ട സാഹിത്യ കൃതികളെ കുറിച്ചാണ്. അതിൽ ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, തമിഴ് ഭാഷയിൽ രൂപം കൊണ്ട 2 കൃതികളുടെ പേരുകള് 4000 പ്രബന്ധം. ഒന്നാമത്തെ കൃതിയുടെ പേര് 4000 പ്രബന്ധം. അതേപോലെ തന്നെ തിരുമുറൈകൾ. ഈ 2 കൃതികളെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ആദ്യ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട് അല്ല? ആദ്യ ഭാഗത്ത് ആ രീതിയിലുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. ഓക്കെ, ഈ ഭാഗത്തിലൂടെ നമ്മൾ ആ രീതിയിലുള്ള കാര്യങ്ങൾ പരിചയപ്പെട്ടു പോയിട്ടുണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ആ രീതിയിൽ പരിചയപ്പെട്ടപ്പോൾ നമ്മൾ എന്ത് പരിചയപ്പെട്ടു? അത് രചിച്ചത് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആഴ്വാർമാരും നായനാർമാരാണ്. അതായത് 4000 പ്രബന്ധം തയ്യാറാക്കിയത് ആഴ്വാർമാരാണ്. തിരുമുറൈകൾ തയ്യാറാക്കിയതാരാ? നായനാർമാരാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചോളാം. പിന്നെ കന്നഡയിലെ പ്രധാനപ്പെട്ടതാണ് വചനങ്ങൾ. കൃതിയാണ് ഇത് വചനങ്ങൾ. ബസവണ്ണ, അതേപോലെ തന്നെ അക്ക മഹാദേവി,
അമൽ അല്ലമ പ്രഭു ഇവരൊക്കെയാണ് ആ രീതിയിലുള്ള വചനങ്ങളൊക്കെ തയ്യാറാക്കിയിട്ടുള്ളത്. പിന്നെ തെലുങ്കിലേക്കാണെങ്കിൽ മഹാഭാരതം വിവർത്തനം ചെയ്തിട്ടുണ്ട്. ചെയ്ത വ്യക്തികൾ നന്നയ്യ, അതേപോലെ തന്നെ തിക്കണ്ണ, യരപ്രഗത ഇവരൊക്കെയാണ് ആ രീതിയിൽ വിവർത്തനം ചെയ്തത്. അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. എവിടെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യം ഞാൻ പറയാം. നെക്സ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുത്തോളണം, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രാധാന്യം കൊടുത്തോളണം ബംഗാളി ഭാഷ. ഓക്കെ, ആ ബംഗാളി ഭാഷയിലെ കൃതിയാണ് ഗീതാ ഗോവിന്ദം. ഗീതാ ഗോവിന്ദൻ രചിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജയദേവൻ. ഇമ്പോർട്ടൻ്റ് ആണ്. ഗീതാ ഗോവിന്ദൻ ആരാ രചിച്ചത്? ജയദേവൻ. ഹിന്ദി ഭാഷയിലെ പ്രധാനപ്പെട്ട കൃതിയാണ് പത്മാവത്, അതായത് മാലിക് മുഹമ്മദ് ജയ്സി. കുറച്ചൊരു ഇമ്പോർട്ടൻസ് കൊടുത്തോളണം. മാലിക് മുഹമ്മദ് ജയ്സി ആണ് എന്ത് രചിച്ചിട്ടുള്ളത്? പത്മാവത് രചിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ മലയാളം ഭാഷയിലെ കൃതികൾ ഇമ്പോർട്ടൻ്റ് അല്ലേ? ആണ്. ജ്ഞാനപ്പാന ആരാ? പൂന്താനം. അധ്യാത്മ രാമായണം കിളിപ്പാട്ട് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. നെക്സ്റ്റ് മുഹ്യിദ്ദീൻ മാല ഗാസി മുഹമ്മദ്. ഇമ്പോർട്ടൻസ് കൊടുത്തോളണം. മുഹ്യിദ്ദീൻ മാലയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തോളണം. രചിതാര ഗാസി മുഹമ്മദ്. ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കൃതികൾ ഏതൊക്കെയാന്ന് നോക്കിക്കോ. ഗീതാ ഗോവിന്ദം ജയദേവൻ, പത്മാവത് മാലിക് മുഹമ്മദ് ജയ്സി, മുഹ്യിദ്ദീൻ മാല ഗാസി മുഹമ്മദ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഈ ഭാഗത്തിലൂടെ ചർച്ച ചെയ്യുന്നത്. അതായത് നമ്മൾ ഇന്ന് പരിചയപ്പെട്ട ചാപ്റ്ററിന്റെ പേരെന്ന് പറയുന്നത് മധ്യകാല ഇന്ത്യ സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ. ആ പാഠഭാഗത്തിൽ നമ്മൾ പരിചയപ്പെട്ട കാര്യങ്ങൾ മെയിനായിട്ടും എന്ത് തന്നെയാണ്? ഭക്തി സൂഫി പ്രസ്ഥാനങ്ങളെ കുറിച്ചാണ്. നമുക്ക് മറ്റുള്ള ചാപ്റ്റേഴ്സ്, അതായത് മൊത്തത്തിൽ 7 ചാപ്റ്റേഴ്സ് പരിചയപ്പെടാനുണ്ട്. ഓൾറെഡി നമ്മൾ 2 ചാപ്റ്റേഴ്സ് ഇതോടെ കവർ ചെയ്യുന്നു. അടുത്ത ഭരണഘടനയുടെ ഭാഗമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.